ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആഗ്രോസ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന 10ാം സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥികളുടെ മാത്സിലെ ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ആംഗിൾസിലെ ഈ ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസുള്ള 100% നമുക്ക് ചോദിക്കാൻ ചാൻസുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ ആൻസർ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പേരൻസ് ആണെങ്കിലും കണ്ട മറ്റു കുട്ടികൾക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഞാനിവിടെ ഒന്ന് എഴുതാം. ഇവിടെ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഫിഗർ ഉണ്ട്. ഇവിടെ തന്നിരിക്കുന്ന ABCD ഈസ് എ സൈക്ലിക് ക്വാഡ്രാറ്റർ. ABCD ഈസ് എ സൈക്ലിക് quadrilateral. ഫൈൻഡ് ഓൾ ആംഗിൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് all angles. അതിൽ നമുക്ക് ഫിഗർ ക്വസ്റ്റ്യനുണ്ട്. സർക്കിൾ നമുക്കൊന്ന് വരയ്ക്കാം. ABCD എന്ന് പറയുന്ന സൈക്കിൾ ക്വാഡ്രിലാറ്ററൽ നമുക്ക് വരയ്ക്കാം. അപ്പോൾ A എവിടെയാണെന്ന് ഇരിക്കട്ടെ, B C D. ഇവിടെ നമുക്ക് എയിൽ നിന്ന് സിയിലേക്കൊരു ലൈനുണ്ട്. സിയിലേക്കാണ് പോയേക്കുന്നത്. വളഞ്ഞു പോകരുത്. അതുപോലെ തന്നെ വരയ്ക്കുക. അതുപോലെ TB യോജിപ്പിക്കുക. ഓക്കെ. തന്നിരിക്കുന്ന ആംഗിൾ തന്നിരിക്കുന്നത് നമുക്ക് ഇത് 50 ഡിഗ്രി ഇത് തന്നിട്ടുണ്ട്. അത് ഫിഗറിനകത്തുള്ളതാണ്. ഈ ആംഗിൾ തന്നിട്ടുണ്ട് 45 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഒരാംഗിൾ തന്നിട്ടുണ്ട് 40 ഡിഗ്രി. ഇതും തന്നിട്ടുണ്ട് 40 ഡിഗ്രി എന്ന്. എന്താണ് ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ ഫിഗറുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അവർ പറഞ്ഞേക്കുന്നത് മറ്റ് ആംഗിൾസ് എല്ലാം കാണുക എന്നതാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ABCD ഈസ് എ സൈക്ലിക് ക്വാഡ്രാറ്ററൽ ഫൈൻഡ് ഓൾ ആംഗിൾസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. മറ്റ് ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ. ഇവിടെ ഈ ആംഗിൾ BAO ഇത് സർക്കിൾ സെൻറ്റർ O ആണെന്ന് ഇരിക്കട്ടെ. അതുപോലെ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കണം, ഇത് കണ്ടുപിടിക്കണം, ഇത് കണ്ടുപിടിക്കണം, അതുപോലെ ഇത് കണ്ടുപിടിക്കണം. ഇവിടെ ഓൾ ആംഗിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുണ്ട്, ഈ ആംഗിളുണ്ട്. ഇത്രയും ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. തന്നേക്കുന്ന കാര്യങ്ങൾ ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഇങ്ങനെയുള്ള ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കാം. എന്താ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോഴേ ഫിഗർ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് 50 ഡിഗ്രിയാണ്, ഇത് 45 ഡിഗ്രിയാണ്. ഈ ആംഗിൾ നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? കാരണം ഇത് AOD എന്ന് പറഞ്ഞ ട്രയാങ്കിളാണ്. ഒരു സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രിയാണ്. അന്നേരം 180 മൈനസ് ഓഫ് 50 പ്ലസ് 45 ഇത് നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് ഓർഡർ നമുക്ക് ചെയ്തു പോവാം. അതല്ലേ നല്ലത്? ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഈ 4 ആംഗിൾ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. എങ്കിലും നമുക്ക് അതിനു മുമ്പ് നമുക്ക് പോവാം. ഗിവൺ ആംഗിൾ DAC ഈക്വൽ ടു 50 ഡിഗ്രി. എന്താ തന്നിരിക്കുന്ന ആംഗിൾ DAC ഈക്വൽ ടു 50 ഡിഗ്രി തന്നിട്ടുണ്ട്. ആംഗിൾ DAC ഈക്വൽ ടു 50 ഡിഗ്രിയാണ്. എന്നാൽ DAC എന്ന് പറയുന്ന ആംഗിൾ ഇതിലൂടെ കടന്നു പോകുന്ന ഈ സെഗ്മെന്റിലൂടെ കടന്നു പോകുന്ന വേറൊരു ആംഗിളാണ്
ഡി ബി സി. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? therefore ആംഗിൾ ഡി ബി സി ഈക്വൽ ടു 50 ഡിഗ്രി. റീസൺ എന്ത് പറയും? ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ്. ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ് എന്ന് നമുക്ക് റീസൺ കൊടുക്കാം. കിട്ടിയില്ലേ? അന്നേരം ആംഗിൾ ഡി എ സി 50 ഡിഗ്രി ആണെങ്കിൽ നമുക്കൊന്നൊരു ആംഗിൾ ഡി ബി സിയും 50 ഡിഗ്രി ആണ്. അന്നേരം ഒന്നാമത്തെ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. തന്നിരിക്കുന്ന അനുസരിച്ച് രണ്ടാമത് തന്നേക്കുന്ന ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ തന്നേക്കുന്ന ഗിവൺ ആംഗിൾ എ ഡി ബി ഈക്വൽ ടു എ ഡി ബി തന്നിട്ടുണ്ട് അല്ലേ? എ ഡി ബി. അടുത്തത് ഗിവൺ ആംഗിൾ എ ഡി ബി ഈക്വൽ ടു എ ഡി ബി എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ തന്നിട്ടുണ്ട് നമുക്ക് 45 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഡി എ ബി അല്ലേ പറഞ്ഞേക്കുന്നത്? എ ഡി ബി ആണ് തന്നത് ഈ ആംഗിൾ. ഇത് എയിലും ബിയിലൂടെ കടന്നു പോകുന്ന വേറെ ഏതെങ്കിലും ആംഗിൾ ഉണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. വേറെ ഏത് ആംഗിളാണ് അതിലൂടെ കടന്നു പോകുന്നുണ്ട്? എയിലും ബിയിലൂടെ കടന്നു പോകുന്ന വേറെ ഏതൊരു ആംഗിളെങ്കിലും ഉണ്ടോ? എയിലും ബിയിലും കടന്നു പോകുന്ന ഒരു ആംഗിൾ ഉണ്ട് നമുക്ക്. ഉണ്ട്, എ സി ബി ഉണ്ട്. അതുകൊണ്ട് എ സി ബി ആണ് ഈ ആംഗിൾ നമുക്ക് കിട്ടും. ആംഗിൾ therefore ആംഗിൾ എ സി ബി ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് എഴുതാൻ പറ്റും. രണ്ടാമത് കണ്ടുപിടിച്ച് ഇതാണ് നമ്മൾ. ആ നമ്പർ നിങ്ങൾ കൊടുക്കാൻ മറക്കരുത്. എന്തെങ്കിലും ഒരു ഓർഡറിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. എന്നാൽ ഈ രണ്ട് ആംഗിൾ നമ്മൾ തന്നത് വെച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ ഇവിടെ ഗിവൺ ഡി സി എ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഗിവൺ ആംഗിൾ ഡി സി എ ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി തന്നിട്ടുണ്ട്. അത് വെച്ചോണ്ട് ഇതിലെ കൂടെ പോകുന്ന വേറൊരു ആംഗിൾ ഉണ്ട് നമുക്ക്. ഈ ആംഗിൾ ഉണ്ട്. ഏതാണ്? ഡി ബി എ. therefore ആംഗിൾ ഡി ബി എ ഈക്വൽ ടു 40 ഡിഗ്രി എന്ന് എഴുതാൻ പറ്റും. ആംഗിൾ ഡി ബി എ എന്ന് പറഞ്ഞാൽ അത് ഞാൻ 3 നമ്പർ കൊടുത്തു. ഇത് 3 തന്നിരിക്കുന്ന വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട ഈ ഒരു ആംഗിളാണ് നമുക്ക് അങ്ങനെയുള്ള ഭാഗത്ത് കണ്ടുപിടിക്കാനുള്ളത്. അന്നേരം ആംഗിൾ എ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് നമുക്ക് കിട്ടും. ഇത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞിട്ടില്ലേ? ഇത് രണ്ടും നമുക്ക് കിട്ടിയില്ലേ? ഇതിലൊരെണ്ണോ നമുക്കറിയാം. അന്നേരം ഇത് കണ്ടുപിടിക്കാൻ എന്ത് വേണം? ഓപ്പോസിറ്റ് ആംഗിൾ 180 ഡിഗ്രി ആണല്ലേ? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ആംഗിൾ 180 ഡിഗ്രി ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ആംഗിൾ സി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ആംഗിൾ സി ഈക്വൽ ടു 40 ഡിഗ്രി പ്ലസ് എത്ര കിട്ടിയിരിക്കുന്നത്? ഇത് എത്ര കിട്ടി നമുക്ക്? രണ്ടാമത് കിട്ടിയിരിക്കുന്നത് 45 ഡിഗ്രി നമുക്ക് കിട്ടി. എ സി ബി എത്ര കിട്ടി? 45 ഡിഗ്രിയാണ്. അന്നേരം 40 + 45 ഡിഗ്രി എന്ന് പറയുന്നത് 95 ഡിഗ്രി എന്ന് ആംഗിൾ സി ഫുള്ളായിട്ട് കിട്ടി നമുക്ക്. അന്നേരം ഈ ആംഗിൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ആംഗിൾ ഡി എ സി എന്ന് പറയുന്നത് ആംഗിൾ ഡി എ സി ഈക്വൽ ടു 180 മൈനസ് ഓഫ് ഇത് രണ്ടും കൂടെ കിട്ടിയത് 95 പ്ലസ് 50 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് എത്ര വരും? 145 വരും ഇതിൻ്റെ കൂടെ അല്ലേ? 145 വരത്തില്ലേ? 145 180 145 പോയാൽ എത്ര കിട്ടും? 35 ഡിഗ്രി എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? തന്നെ 35 10 ഓക്കെ കിട്ടും. 35 ഡിഗ്രിയാണ് നമുക്കവിടെ ആംഗിൾ ഡി. ഇത് 35 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. അത് വെച്ചുകൊണ്ട് നമുക്ക് ആംഗിൾ ഇവിടെ സി നമ്മളെണ്ണം കണ്ടുപിടിച്ചു 95 ഡിഗ്രി. ഈ ആംഗിൾ ഫുള്ളായിട്ട് കിട്ടി. ഇനി ആംഗിൾ എ എന്ന് പറഞ്ഞാൽ 50 + 35 ഡിഗ്രിയാണ്. ഇതൊന്ന് മായ്ക്കാം. ആംഗിൾ എ ഈക്വൽ ടു 50 + 35 ഡിഗ്രി ഈക്വൽ ടു 85 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. ആംഗിൾ എ കിട്ടി, ആംഗിൾ സി കിട്ടി.
ഇനി ആംഗിൾ ഡി നമുക്ക് വേണം അല്ലേ, ഇവിടെ ഒരെണ്ണം കൂടെ കണ്ടുപിടിക്കാനുണ്ടല്ലോ, അതും അതുപോലെ കണ്ടുപിടിക്കാനുണ്ട്. ആംഗിൾ ബി ഡി സി നമുക്ക് കണ്ടുപിടിക്കണം. ആംഗിൾ ബി എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് വരുന്നത്? ആംഗിൾ ബി ഈക്വൽ ടു ഇതാ 1+3. നേരത്തെ എത്ര നമുക്ക് കിട്ടിയായിരുന്നു? ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി നമുക്ക്? ആംഗിൾ ബി 50 + 40 ആണ് അല്ലേ, 50 + 40 ആണ് നേരത്തെ കണ്ടുപിടിച്ച് വെച്ചുകൊണ്ട്. ഇപ്പോൾ 90 ഡിഗ്രി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് 90 ഡിഗ്രിയാണ് കിട്ടിയത്. അത് വെച്ചുകൊണ്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഇതും ഓപ്പോസിറ്റ് ആംഗിൾ 180 ഡിഗ്രിയാണ് വരുന്നത്. അത് therefore ആംഗിൾ ബി ഡി സി എന്ന് പറയുന്നത് ആംഗിൾ ബി ഡി സി ഈക്വൽ ടു 180 മൈനസ് ഓഫ് 90 + 45 ഡിഗ്രിയാണ്. ഈക്വൽ ടു 180 മൈനസ് ഓഫ് 135 ഡിഗ്രിയാണ്. ഇതിന് എത്ര പോകുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 180 135 പോയി കഴിഞ്ഞാൽ എത്ര വരും? 180 മൈനസ് 135 എന്ന് പറഞ്ഞാൽ ഇവിടെ 10 5 7 ആയി, 10 5 5 7 3 4 45 ഡിഗ്രി എന്നത് കിട്ടി. എന്നിട്ട് ഫുള്ളായിട്ട് 45 നമുക്ക് 90 ആണെന്ന് പറയും, 90 ആണെങ്കിൽ എന്തായാലും 45 കണ്ടുപിടിക്കാതെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കിട്ടും. അപ്പം എ കിട്ടി, ആംഗിൾ എ കിട്ടി, ആംഗിൾ ബി കിട്ടി, ആംഗിൾ സി കിട്ടി, ആംഗിൾ ഡി കിട്ടി. അങ്ങനെ എല്ലാ ആംഗിൾസും നമുക്കിവിടെ ആംഗിൾ എ കിട്ടി. ആംഗിൾ എ നിങ്ങൾക്ക് 85 ഡിഗ്രി കിട്ടി. ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി കിട്ടി. ആംഗിൾ ഡി എന്ന് പറയുന്നതും 90 തന്നെ കിട്ടുന്നത്. 90 ആണെങ്കിൽ തീർത്ത് 90 ആയിരിക്കും, രണ്ടിൻ്റെ കൂടെ സമം 180 ആണ്. അതുകൊണ്ട് അതും കിട്ടി. ആംഗിൾ സി നമ്മൾ നേരത്തെ കണ്ടു കിട്ടി 95 ഡിഗ്രി എന്ന് ആംഗിൾ സിയും കിട്ടി. അതല്ലേ 85 + 95 നമുക്ക് 180 ഡിഗ്രിയും അത് കിട്ടും. അങ്ങനെ ഈ സൈക്കിൾ ക്വാഡ്രിലാറ്ററിൻ്റെ 4 ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. ഈ മിഡിലുള്ള ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ആ ആംഗിൾ കണ്ടുപിടിക്കുന്നതിനും നേരത്തെ പോലെ തന്നെ നമുക്ക് പാടില്ല ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റത് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇൻ ട്രയാങ്കിൾ DOA ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ഇത് രണ്ടും കൂട്ടം 40 95 ഡിഗ്രി വരും അല്ലേ. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 95 ഡിഗ്രി. therefore this angle equal to എത്ര കിട്ടും? ആംഗിൾ ഒ എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? ആംഗിൾ ഒ ഈസ് ഈക്വൽ ടു 180 മൈനസ് 95 ഡിഗ്രി. എത്ര വരും? 180 മൈനസ് 95 ഡിഗ്രി എത്ര വരും? 65 ആണോ? 180 മൈനസ് 95 10 5 പോയാൽ 5 പിന്നെ 7 ഉള്ളു 17 ആയി. 17 9 എത്ര വരും? 85 ഡിഗ്രി വരും. ആംഗിൾ ഡി എന്ന് നമുക്ക് 85 ഡിഗ്രി വന്നു. ഇത് ആംഗിൾ ഒ 85 ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ആംഗിൾ എത്രയായിരിക്കും വരുന്നത്? ആംഗിൾ ഇതിന് ഓപ്പോസിറ്റ് എടുക്കുന്നത് ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ. ഇത് 85 ആണെങ്കിൽ ഇത് 85 ഡിഗ്രി ആയിരിക്കും. therefore എന്ത് എഴുതാൻ പറ്റും? ഇതിൻ്റെ നമ്പർ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 1 2 3 നമ്പറൊക്കെ ഇവിടെ കൊടുത്തു കഴിഞ്ഞു. ഇതിന് നമുക്ക് 4 എന്നോ 5 എന്നോ 6 എന്നോ 7 എന്നൊക്കെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആംഗിൾ 5 എന്ന് പറയുന്നത് നമുക്ക് ഇത്ര കിട്ടി, 85 ഡിഗ്രി കിട്ടി അല്ലേ. അതാണ് ആംഗിൾ ഒ എന്ന് പറയുന്നത്. ആംഗിൾ 5 ആണ് നമുക്ക് 85 ഡിഗ്രി വരുന്നത്. therefore ആംഗിൾ 7 ആൾസോ ഈക്വൽ ടു 85 ഡിഗ്രി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇത് 85 ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി 6 7 അല്ലേ. അത് രണ്ട് അഡ്ജസ്റ്റന്റ് ആംഗിളാണ്. അന്നേരം 6ഉം 7ഉം കൂടെ എത്ര വരണം നമുക്ക്? 180 വരണം. ആംഗിൾ 6ഉം ആംഗിൾ 7ഉം കൂടെ 180 ഡിഗ്രിയാണ് വരേണ്ടത്. അത് ആംഗിൾ 7 നമുക്കറിയാമെങ്കിൽ ആംഗിൾ 6 നമുക്ക് എത്ര കിട്ടും? 180 മൈനസ് 85 ഡിഗ്രി വരും. എത്ര വരും? അന്നേരം 180 മൈനസ് 85 95 ഡിഗ്രിയാണ്. ഇത് 95 ആംഗിൾ 4 ആൾസോ ഈക്വൽ ടു 95 ഡിഗ്രി. അത് രണ്ടും ഈക്വലാണ്. അന്നേരം എല്ലാ ആംഗിളും നമുക്ക് കിട്ടിയില്ലേ? ഇതിൻ്റെ എല്ലാ ആംഗിളും നമുക്ക് കിട്ടി. ഇതുപോലെ നിങ്ങൾ കണ്ടുപിടിക്കുക. തന്നേക്കുന്ന ഈ ABCD എന്ന് പറയുന്ന സൈക്കിൾ ക്വാഡ്രിലാറ്ററിൽ നമുക്ക് ആദ്യമായിട്ട് തന്നേക്കുന്ന ആംഗിൾസ് എന്ന് പറയുന്നത് ആംഗിൾ എ തന്നിട്ടുണ്ട്. അത് എ ഫുള്ളായിട്ടല്ല തന്നേക്കുന്ന. ആംഗിൾ DAO ഈക്വൽ ടു 50 ഡിഗ്രി, ആംഗിൾ ADO ഈക്വൽ ടു 45 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അതുപോലെ ആംഗിൾ DCO അല്ലെങ്കിൽ DOA എന്ന് പറയുന്നത് 40 ഡിഗ്രി. ഇത്രയും 3 ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. അത് വെച്ച് മറ്റേ ആംഗിൾസ് എല്ലാം
കണ്ടുപിടിച്ചേക്കുന്നത് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പോഴത്തെ ഓണപരീക്ഷയ്ക്ക് 100% നിങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇതേപോലുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ ചാപ്റ്ററിലുള്ള മറ്റെല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.